ഇനിയിപ്പോൾ ഭരണമാറ്റമുണ്ടായി. ഇടതുപക്ഷം പ്രതിപക്ഷ സ്ഥാനത്തേക്ക് മാറുകയാണ്. ഇടതുപക്ഷം പലപ്പോഴും അവരുടെ സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകളിൽ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് പലപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വ്യക്തിപരമായ അറ്റാക്ക് കൊണ്ടുണ്ടാകുന്ന പ്രയോജനം ശരിക്കും പറഞ്ഞാൽ ആരെയാണോ ആക്രമിക്കുന്നത് അവർക്ക് മൈലേജ് ഉണ്ടാക്കുക എന്നത് മാത്രമാണ്. അത് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം പോലും ഈ ഇടതുപക്ഷത്തെ ഈ പ്രൊഫൈലുകൾ ഹാൻഡിൽ ചെയ്യുന്നവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അറിയാം ആരെയൊക്കെയാണ് ഇവർ വ്യക്തിപരമായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ. ഈ അറ്റാക്ക് ചെയ്യുന്നവർക്ക് മൈലേജ് ഉണ്ടാകുന്നു എന്നുള്ളതല്ലാതെ അവരൊരിക്കലും പുറകോട്ട് വരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നിട്ടും തിരിച്ചറിയാൻ പറ്റാത്ത ആ ഒരു സ്വഭാവ സവിശേഷത മാറ്റി വയ്ക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നെനിക്ക് ഒരഭിപ്രായമുണ്ട്. നിങ്ങൾ ആരെയും വ്യക്തിപരമായിട്ട് അറ്റാക്ക് ചെയ്യരുത്. രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയമായിട്ട് കാണുകയും രാഷ്ട്രീയമായ വിഷയങ്ങളിൽ ഇടപെടുകയും രാഷ്ട്രീയ വിഷയങ്ങളിൽ ഊന്നി മുമ്പോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് നേരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം. ആരെയെങ്കിലും വ്യക്തിപരമായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല. പ്രത്യേകിച്ച് പൊതുജനങ്ങൾക്ക് അതൊരു പ്രശ്നമേ അല്ല. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. പലരുടെ പേരിലും പല വ്യക്തികളുടെ പേരിലും പല തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ഉണ്ടായിട്ടും അവർ തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ വളരെ വൻ ഭൂരിപക്ഷത്തോടു കൂടി തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ടെന്ന് വരികിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഈ ജനങ്ങൾക്ക് ഒരു പ്രശ്നമല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കും. അതുപോലെ തന്നെ ഈ ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേക CPM-ൻ്റെ യുവജന സംഘടനയാണ് DYFI. ഈ DYFI അവരുടെ രാഷ്ട്രീയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. നിങ്ങൾ ചാരിറ്റി പ്രവർത്തനം നടത്തേണ്ട സംഘടനയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന സംഘടനയായിട്ട് നിങ്ങൾ മാറിയെങ്കിൽ ആ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന സംഘടനയായിട്ടാണ് നിങ്ങളെ ഈ പൊതുജനങ്ങൾ കാണുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ രാഷ്ട്രീയ സംഘടനയാണ്. രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുക. അവിടെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളും ഗവൺമെൻറ്റിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളും ഗവൺമെൻറ് നടത്തട്ടെ. വീട് വെച്ച് കൊടുക്കാനുള്ളവർക്ക് വീട് വെച്ച് കൊടുക്കുകയോ അതല്ല ഇവരുടെ ഈ ഹോസ്പിറ്റലിൽ കഴിയുന്നവർക്ക് ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അവരത് നിർവഹിക്കട്ടെ. നിങ്ങൾ പൊതിച്ചോറൊക്കെ നിർത്തിക്കളാം. കാരണം യുനെസ്കോയൊക്കെ ഇതിനെ വളരെ കാര്യമായ രീതിയിൽ അഭിനന്ദിച്ചിട്ടുണ്ടെന്നുള്ളൊരു വാസ്തവമായൊരു കാര്യമാണ്. പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള ഈ സബ്ജക്റ്റുകളെ കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം അനുഭവിക്കുന്നവർക്ക് അതിനെ